ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ നവ്യയോട് പറയുന്നുണ്ട് കേട്ടോ, നന്ദു ഒരിക്കലും അനിയനെ വിവാഹം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവളും അതുപോലെ തന്നെ നയനയും ഒന്നാകും. പിന്നെ കളിയെല്ലാം അങ്ങ് മാറും. പിന്നെ നമ്മൾ ഔട്ടാകും. അതുകൊണ്ട് നമ്മുടെ കുഴി നമ്മൾ തന്നെ തോണ്ടാൻ അനുവദിക്കണം. മാക്സിമം ജാനകി അപ്പച്ചനെ എരിവ് കയറ്റിക്കണം. എന്നിട്ട് അവരുടെ വിവാഹം എന്ത് പറഞ്ഞാലും നടത്താൻ നീ അനുവദിച്ചുകൂടാ. പിന്നെ നിൻ്റെ അമ്മേനെയും അച്ഛനെയും അവരുടെ വാക്കിന് മര്യാദ കൊടുക്കുന്നവരാണല്ലോ നന്ദു. അതുകൊണ്ട് തന്നെ അവരെ മുറുകെ പിടിച്ചണം. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഈ കല്യാണത്തിന് സമ്മതിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നയനയുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാനും പാടില്ല. അതൊക്കെ നിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി എനിക്ക് വേണ്ടിയിട്ട് ആ വീട്ടിൽ പോരാടാൻ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ നവ്യനെ കുറച്ച് സെൻറ്റിമെൻറ്റിലൊക്കെ ഇറക്കിയിട്ട് നവ്യനെ ഇങ്ങനെ കഴിവശത്താക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, അഭി ഇപ്പോൾ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് വേണ്ടൊന്ന് സംസാരിക്കാനോ നമ്മുടെ കാര്യങ്ങളൊന്നും ഇടപെടാനോ ആരും തന്നെയില്ല. എല്ലാവരും നിനക്കെതിരാ. എന്നാൽ ആദർശേട്ടൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊന്നും ആർക്കും ഒരു വിഷയമല്ല. അതൊന്നും ആ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിൻ്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടാവും. ഞാനത് വാക്ക് തന്നെയായിരിക്കും അഭി. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ നമ്മളെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാവരും അവിടെ സുഖമായിട്ട് വാഴാമെന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ അനിയത്തിമാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി എന്നൊക്കെ പറയാൻ കേട്ടോ. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങനെ പോവുകയാണ്. ഇത് കാണുമ്പോൾ അഭിക്ക് ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ. ഇവളെ കൈവശത്താക്കിയാൽ എന്തെങ്കിലുമൊക്കെ നടപടിയാകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി ചിന്തിക്കാൻ കേട്ടോ. ഇവള് ചന്തുമോള് എൻ്റെ മോളാണെന്നുള്ള സത്യം മാത്രം അറിയരുത് എൻ്റെ ഈശ്വര. പിന്നെ കാര്യങ്ങളെല്ലാം തകിടം പറയും. ഇവളും കൂടെ തിരിഞ്ഞ് പിന്നെ ആ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്നങ്ങ് കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ അഭി സ്വയമേ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ നവ്യാണെങ്കിൽ എല്ലാവരോടും റഷായിട്ടായിരിക്കും കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നയനയോടാണെങ്കിലും നയന എവിടെ പോയതാ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ, എവിടെ പോയത്, നിനക്കെന്താ കുഴപ്പം, ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ പോയത്, അവൻ ജയിലിലല്ലേ, എല്ലാവരും കൂടെ അവനെ ജയിലിലാക്കിയില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിനെ ആര് ജയിലിലാക്കി എന്നാണ് പറയുന്നത്, അഭി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു തെറ്റിൻ്റെ തെളിവുകൾ ഉൾപ്പെടെയല്ലേ നന്ദു അവനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അറസ്റ്റ് ചെയ്തു, അവൾക്ക് അവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് എന്നൊരു പരിഗണനയെങ്കിലും കൊടുക്കാമല്ലോ, തല്ലിച്ചതച്ചിരിക്കുക മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, എടി ചേച്ചിയുടെ ഭർത്താവാണെങ്കിലും അനിയത്തിയുടെ ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അവൾ ഇട്ടിരിക്കുന്ന ഒരു യൂണിഫോം ഉണ്ട്, അതും പ്രകാരമേ അവൾ ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ് അഭിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്, അതൊക്കെ നീ മറന്നു പോകരുത് എന്നൊക്കെ നവ്യയോട് പറയാൻ കേട്ടോ. ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഈ നന്ദുവിൻ്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അഭിനെ വിടത്തേ ഉള്ളൂ, അഭിയുടെ കേസിൽ നിന്ന് ഒഴിവാക്കത്തേ ഉള്ളൂ. അനിയത്തിയുടെ ജീവിതം അല്ല ചേച്ചിയുടെ ജീവിതം അല്ലേ എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ തല്ലിച്ചതയ്ക്കല്ലേ വേണ്ടത്, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നാണം കെടുത്തല്ല ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, ചേച്ചി അഭി തെറ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്താ അത് മനസ്സിലാക്കാത്തത്, അഭി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ തവണയും അഭിനെ ഇങ്ങനെ രക്ഷിച്ചാൽ പിന്നെ അഭിയുടെ സ്വഭാവം ചേച്ചിക്ക് തന്നെ അറിയാമെന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അഭി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് അധികം തെറ്റാണ് നിൻ്റെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇവിടെ നെഗളിച്ച് നടപ്പുണ്ടല്ലോ, അതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. എൻ്റെ അഭി കുറച്ച് സ്വർണ്ണം എടുത്ത് മറിച്ച് വിറ്റു എന്ന് പറഞ്ഞിട്ടല്ലേ ഈ കാട്ടായങ്ങളൊക്കെ എല്ലാവരും കൂടെ കാട്ടുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അഭി എത്ര തെറ്റുകാരനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ വേണമെങ്കിലും അവൻ ചെയ്തോട്ടെ, പക്ഷേ അഭി എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന്, അതാരും മറന്നു പോകരുത്. എൻ്റെ കുഞ്ഞ് നാളെ വളർന്നു വരുമ്പോൾ കള്ളൻ്റെ മോൻ എന്നൊരു മുദ്ര അവന് ചാർത്തപ്പെടുത്തില്ലേ, അതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും ചിന്തിച്ചോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നയനയ്ക്ക് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി സങ്കടപ്പെടാതെ, കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ട്, ഒരു പ്രതിവിധി നമുക്ക് കണ്ടെത്താം എന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രതിവിധിയും ആരും കണ്ടെത്തണ്ട, നീ ഇപ്പം നിൻ്റെ കുഞ്ഞിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തിക്കുക, നീ ഇപ്പം സന്തോഷവതിയല്ലേ, അമ്മായിമ്മ കൂടെയുണ്ട്, ഭർത്താവ് കൂടെയുണ്ട്, കുടുംബത്തിലുള്ള എല്ലാവരും നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നവ്യ പറയാൻ കേട്ടോ, ചേച്ചി സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേനും സങ്കടപ്പെടേണ്ട, എല്ലാം നിൻ്റെ കൈക്കുള്ളിലല്ലേ, ഇപ്പോൾ ഞാൻ വെറും അധികപ്പറ്റില്ലേ, ഞാനും അഭിയും എൻ്റെ കുഞ്ഞും എല്ലാം അധികപ്പറ്റില്ലേ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നയന പറയാണ്, ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അഭി ചെയ്ത കുറ്റത്തിന് ചേച്ചി എന്ത് പഴിച്ചു, ചേച്ചിയും കുഞ്ഞും ഇവിടെ സുഖമായിട്ട് ഇവിടെ തന്നെ താമസിക്കേണ്ടവരല്ലേ എന്ന് പറയുമ്പോൾ, നിൻ്റെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, അഭിക്ക് ഇവിടുന്ന് ഷെയർ ഉണ്ടല്ലോ, ആ ഷെയർ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ
ഇവിടെ നിന്ന് പോയിക്കോളാം, ആരെയും ശല്യപ്പെടുത്തി ഞങ്ങളിവിടെ ജീവിക്കില്ല. പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, ആദർശേട്ടൻ 2 കിട്ടുമോ 3 കിട്ടുമോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൂട്ടിക്കോ, നിങ്ങളെന്ന് വെറുതെ വിടും. പറ്റുമെങ്കിൽ നീ നിൻ്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടൊക്കെ പറ, ഞങ്ങൾക്കുള്ള ഷെയർ തന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടേക്കാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നയന പറഞ്ഞത്, ചേച്ചി എന്ത് വർത്താനാണ് ചേച്ചി പറഞ്ഞത്? ഒന്നിച്ച് കഴിയുന്ന കുടുംബത്തെ തല്ലി പിരിക്കാൻ ശ്രമിക്കുകയാണ് ചേച്ചി. പിന്നെ ഒന്നിച്ച് കഴിയുന്ന കുടുംബം, ഇപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലില്ല, എന്നിട്ട് അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല, എന്നിട്ട് ഒന്നിച്ച് കഴിയുന്ന കുടുംബം പോലും. നയനെ, നീ എൻ്റെ മുൻപിൽ നിൽക്കാതെ ഒന്ന് മാറിപ്പോ എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതേ പുന്നാരി അമ്മായിമ്മ വന്നിട്ടുണ്ട് താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങനെ തിരികെ പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ പറഞ്ഞത്, എന്താ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പോകുന്ന കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നവ്യജിക്ക് ദേഷ്യമുണ്ടല്ലോ, അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ അമ്മേ. അബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പതിവ് പോലെ തന്നെ, അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അബി ജയിലിലായിട്ട് ആരും ഒന്നും നോക്കാനോ ജാമ്യത്തിലെടുക്കാനോ ഒന്നും പോയിട്ടില്ല എന്നോ ഒക്കെ പറഞ്ഞുള്ള തുള്ളിച്ച് ചേച്ചി ഇങ്ങനെ തുടങ്ങുന്നതെന്ന് മനസ്സിലാകാതെ ഇപ്പോൾ ചേച്ചി എന്നെ ഒരു ശത്രുപക്ഷത്താണ് കാണുന്നത്, അതാ എനിക്ക് സങ്കടം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ദേവയാനി പറഞ്ഞത്, മോളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ, മോളതൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട, എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കും. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കും. അത് നവ്യമോൾക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? കുറച്ച് കഴിയുമ്പോൾ എല്ലാ നവ്യമോളും തിരിച്ചറിഞ്ഞോളൂ. മോളതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ച് ഇല്ലാത്ത അവസരങ്ങളൊന്നും വരുത്തി വെക്കണ്ട. മോളുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അത് നീ മറന്നു പോകല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് പിന്നെയും നയനയുടെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, മോളെന്താ ഇങ്ങനെ മുഖം വാടിയിരിക്കണേ? നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോൾ മനസ്സിൽ നിന്ന് വിട്ടേക്ക്, നവ്യയുടെ സ്വഭാവം മോൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേനും നയന പറയുന്നുണ്ട്, അതെല്ലാമേ നവീച്ച് പറയാ, ഇവിടെ എല്ലാവരും സുഖമായിട്ട് ജീവിച്ചോ, അവരുടെ അഭിയുടെ ഷെയർ കൊടുത്തു വിട്ടാൽ മതി, അവരെവിടെയെങ്കിലും പോയി താമസിച്ചോളാം എന്നൊക്കെ. ആഹാ, അവൾ അങ്ങനെ പറഞ്ഞോ? അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമുണ്ടോ? ഈ ചെയ്തതെല്ലാം ഓരോ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നത് അഭി, എന്നിട്ട് അവളുടെ വർത്തമാനം കേട്ടാൽ അവൻ പുണ്യാളനാണെന്നാണല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറഞ്ഞിട്ട് പകുതി തെറ്റുകളും അഭി ചെയ്തതാണെന്ന് നവ്യേച്ചിക്ക് അറിയില്ലല്ലോ മേ, അതുകൊണ്ടായിരിക്കും നവ്യേച്ചി അതും കൂടെ അറിഞ്ഞ് തകർന്നു പോകും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഇങ്ങനെ അറിയിക്കാതെ വെക്കും തോറും നവ്യനെ നമ്മുടെ കൈവിട്ട് പോവുക, നവ്യ നമ്മുടെ ശത്രുവായി തീരുക എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ആയി തീരട്ടെ, മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം, മോൾ സന്തോഷമായിട്ടിരിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. ശേഷം കാണിക്കുന്നത് നവ്യാണെങ്കിൽ രാത്രിയിൽ ഉറക്കമില്ലാതെ അങ്ങനെ എണീറ്റിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നവ്യ പറയുന്നുണ്ട്, എന്ത് പറയാനാ, നമ്മളിവിടെ ആർക്കും വേണ്ട മോനെ, കണ്ടില്ല നിൻ്റെ അച്ഛൻ ജയിലിലാണ്, എന്ത് ചെയ്യാനാണ്, എങ്ങനെ ഇറക്കും? പറയുമ്പോൾ കോടിക്കണക്കിന് സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തവരെ പോലെ നമ്മൾ നിൽക്കേണ്ട അവസ്ഥയാണല്ലോ. ഇവിടെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ ഞെളിഞ്ഞ് ഓരോരുത്തർ നടക്കുന്നുണ്ട്, അതൊന്നും ആർക്കും ഒരു വിഷയമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ നവ്യ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി സങ്കടപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് സമയത്തേക്ക് ജലജ കയറി വരികയാണ്. എന്താ മോളെന്താ കുഞ്ഞിനോട് സംസാരിക്കുന്നത്? അല്ലമ്മേ, ഞാൻ പറയുമായിരുന്നു, നമ്മളെ ആർക്കും വേണ്ടല്ലോ, അഭി ജയിലിലല്ലേ, അതോർത്തിട്ട് ആർക്കും ഒരു സങ്കടമോ ദണ്ണോ ഒന്നുമില്ല, അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അഭി പാവമുണ്ട്, അഭി ചെറിയൊരു തെറ്റല്ല ചെയ്തത്, അതിൽ ഒന്ന് ക്ഷമിച്ച് വിട്ടേക്കായിരുന്നില്ല, പക്ഷെ അത് വലിയ തെറ്റാക്കി ഫലിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ നന്ദും അതുപോലെ ഇവിടെ ഉള്ളവരും എല്ലാവരും ചേർന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ജലജ പറഞ്ഞിട്ട്, ഇവിടെ ഉള്ളവർ നയനുമോളും ആദർശമോനും ഒക്കെ പറഞ്ഞത് മാത്രമല്ലേ കേൾക്കുള്ളൂ, അവരുടെ നിർദ്ദേശമായിരിക്കും, അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നന്ദും എൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയത്, എല്ലാവരും എല്ലാവരെയും അനുഭവിപ്പിക്കും, എൻ്റെ മോനെ ജയിലിൽ കിടക്കാൻ കാരണക്കാരായ എല്ലാവരും കൊണ്ട് ഞാൻ എണ്ണി പറയിപ്പിക്കും. നയന ഇപ്പോൾ സന്തോഷമായിട്ട് നിൽക്കുമല്ലേ, അധിക കാലം അവിടെ ആ സന്തോഷം നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ കുറച്ച് എരിപരിയും കൂടെ കേട്ടിട്ട് ജലജ അങ്ങനെ പോകാനുണ്ടോ. ഈ സമയത്തായിരിക്കും ജലജയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ, അതായത് എങ്ങനെയെങ്കിലും നയനയുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കണം, എന്നാലേ അവന് അവിടെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ ജലജ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവയാനി നയനയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു ജ്യൂസിനകത്ത് ഒരു പൊടി കലക്കുകയാണേ. അങ്ങനെ ആ പൊടി കലക്കിയതിന് ശേഷം അത് ദേവയാനി കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മറഞ്ഞു നിന്ന് ജലജ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നയനയുടെ കൈകളിലേക്ക് തന്നെ ഇത് ചെല്ലുന്നുണ്ടോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേനും നയന റൂമിലുണ്ടായിരിക്കില്ല കേട്ടോ. സമയത്ത് ദേവയാനി വിളിക്കുമ്പോൾ വാഷ്റൂമിലായിരിക്കുകയും മോൾ എന്തെടുക്കുക അവിടെ, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. മോളെ കണ്ടോ, മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സമയത്തിന് എന്തെങ്കിലും ആഹാരങ്ങൾ എടുത്ത് കഴിക്കണം, പിന്നെ മോൾക്ക് എന്ത് വേണേലും എന്നോട് ചോദിക്കാൻ. മോള് ഇന്ന് എന്നോട് ഒരു കാര്യം ചോദിച്ചില്ലല്ലോ. മോൾക്ക് ഞാനിപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കും, നല്ല ജ്യൂസാണ്, മോൾക്ക് ബ്ലഡ് കുറവാന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അമ്മേ, ഞാൻ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്.
അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോളുടെ മുഖത്ത് നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ മോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം. എത്ര പറഞ്ഞാലും കേൾക്കില്ല. എൻ്റെ കുഞ്ഞിനും കൂടി അത് ആപത്ത്. അതൊന്നും നീ മനസ്സിലാക്കാതിരിക്കില്ല കേട്ടോ. ഇത്രയും നാളും നീ ഒരാളെ ഉള്ളായിരുന്നു. ഇപ്പോൾ 2 പേര്. അത് നീ മറക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജ്യൂസ് കുടിക്കണേ. അപ്പോൾ ഞാൻ കുടിച്ചേക്കാം, അവിടെ വെച്ച് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ മാറിക്കഴിഞ്ഞാൽ നീ പിന്നെ ഇത് കുടിക്കില്ല. അതുകൊണ്ട് നീ കുടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഞാൻ കുടിച്ചോളൂ. അമ്മ ഇത് വെച്ചിട്ട് പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും ഇത് കുടിച്ചോണേ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങനെ പോകാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നയന ആ ജ്യൂസ് എടുക്കാനുണ്ടോ. അങ്ങനെ ജ്യൂസ് ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതെന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ, പഞ്ചസാര ഇടാൻ മറന്നുപോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കാതെ വെക്കുമ്പോൾ അല്ലേ വേണ്ട, കുടിച്ചേക്കാം, പാവമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ കേട്ടോ നയന. അങ്ങനെ എന്തൊക്കെയോ ഒരു കയ്പ്പ് രസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ കുടിക്കാൻ കേട്ടോ. ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു നിലവിളി ശബ്ദം കേൾക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് ഓടി വരുമ്പോൾ നയന അവിടെ രക്തത്തിൽ വാർന്ന് കിടക്കുന്നതായിരിക്കും കേട്ടോ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുന്ന ദേവയാനിനെയും അതുപോലെ തന്നെ മുത്തശ്ശിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നയനമോൾക്ക് എന്താ സംഭവിച്ചത്, എന്ത് പറ്റി? ആകെ ഇവിടെ മൊത്തം ബ്ലഡാണല്ലോ, നയനമോൾക്ക് എന്താ സംഭവിച്ചു? ഇതേ ഇവിടെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടപ്പുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതെന്താ ഇവിടെ ഗ്ലാസ് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാൻ കൂട്ടിക്ക് ഒഴിച്ച് ജ്യൂസ് കൊണ്ട് കൊടുത്തായിരുന്നു, അതാന്ന് തോന്നുന്നു ഇവിടെ കിടക്കുന്നത്. അയ്യോ എന്ത് പറ്റിയതാമേ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമല്ലോ, വേഗം വണ്ടി എടുക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഡ്രൈവറേയും കൂട്ടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കിനും എല്ലാവരും അല്ലറി വിളിക്കാൻ കേട്ടോ. ഈ സമയത്ത് ജലജ പൊട്ടി ചിരിക്കാൻ കേട്ടോ. അങ്ങനെ പൊട്ടി ചിരിക്കുന്ന ജലജ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ് കേട്ടോ. അങ്ങനെ ജലജ സ്വപ്നം കാണുകയായിരിക്കും കേട്ടോ. എന്താ നമ്മുടെ നയന ആ ജ്യൂസ് കുടിക്കുന്നതും അതുപോലെ തന്നെ നയനക്ക് ബ്ലീഡിങ് ആയിട്ട് അബോഷനായി പോകുന്നതും ഒക്കെ സ്വപ്നം കണ്ട് എണീക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ജലജയാണെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സ്വപ്നമാണ് കണ്ടത്. എൻ്റെ ഭഗവാനെ, ഇത് ഫലിക്കുക തന്നെ വേണേ. എന്തായാലും അവൾ കഴിക്കുന്നതിൽ ഞാൻ കുറച്ച് മായം കലർത്തുന്നുണ്ട്, അത് ഏൽക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങാൻ കേട്ടോ. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ഉറങ്ങുന്നത്. കാരണം ഈ ഒരു സന്തോഷം മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജലജയുടേത്. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.